കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാനൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് എനിക്ക് വളരെയേറെ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണത്. റിവ്യൂ എന്ന് മാത്രമല്ല, ഞാനത് രണ്ടാമതൊന്നും കൂടെ പർച്ചേസ് ചെയ്തു. ഒരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അല്ല. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്റ്റിയറിംഗ് വീലിൽ ഉപയോഗിക്കുന്ന സ്പിന്നർ വീലില്ലേ, ചെറിയ കുഞ്ഞ് വീല്, അപ്പോൾ സ്റ്റിയറിംഗ് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഉപയോഗിക്കുന്ന സ്പിന്നർ വീല്. അപ്പോൾ ആ പ്രോഡക്റ്റ് ഞാനിപ്പോൾ രണ്ടാമത് ഒന്നും കൂടെ പർച്ചേസ് ചെയ്യുക. ആദ്യം വാങ്ങിച്ചു വെച്ചത് നമ്മുടെ നെക്സോണിനകത്തായിരുന്നു നമ്മൾ വാങ്ങിച്ചു വെച്ചത്. ഇനിയിപ്പോൾ നമ്മുടെ ഹോണ്ട സിറ്റിയിലേക്കൂടെ നമ്മൾ ഇത് വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രോഡക്റ്റ് അത്യാവശ്യം നിങ്ങളെ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് പേര് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷെ പലർക്കും ഒരുപാട് നെഗറ്റീവ്സ് പറയാനായിട്ടുണ്ടാവും ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി. എനിക്കുണ്ട് നെഗറ്റീവ്സ് പറയാനായിട്ട്. ഞാൻ വേറെയും കുറേ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഞാൻ ഈ ഒരു വർഷമായിട്ട് ഉപയോഗിച്ചിട്ട് എനിക്ക് യാതൊരു കംപ്ലൈൻറ്റും ഫീൽ ചെയ്തിട്ടില്ല. അതിനു മുമ്പ് ഈ സ്പിന്നർ വീൽ തന്നെ പല കമ്പനികളുടെ നമ്മൾ ഉപയോഗിച്ചു ഒരുപാട് കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് പൊട്ടിച്ചു നോക്കാം. അപ്പോൾ ഇത് എന്താണ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, എന്തൊക്കെയായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഇഷ്യൂസ് എന്നുള്ള കാര്യം ഞാൻ പറയാം. അപ്പം ഒരുപാട് വലിയ ഭീകര ഇതൊന്നും ഉള്ള രീതിയിലല്ല പാക്കിങ്, നോർമൽ ഒരു പാക്കിംഗ് ആണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാം. ഇതാ പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ഇത്ര മാത്രമേ ഉള്ളൂ സാധനം. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു വേറെ ഇനി അവരൊരു താങ്ക് യു കാർഡ്, അത് മാത്രമാണ്. വേറെ ബോക്സിനകത്ത് വേറെ ഒന്നുമില്ല, ഇത്ര മാത്രമേ ഉള്ളൂ. സംഭവം സിമ്പിൾ. മിനി ബോഡി പവർ നോബ്, നോർമൽ യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീസൻറ്റ് പ്ലാസ്റ്റിക് ക്വാളിറ്റിയിലാണ് ഈ ഒരു പ്രോഡക്റ്റ്. മറ്റ് കമ്പനികളുടെ പ്രോഡക്റ്റും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ളതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത് പതിയെ എന്താവുന്നു, ലൂസാകാൻ തുടങ്ങും. ലൂസാകുന്ന മാത്രമല്ല, നമ്മൾ ഈ ചില സമയത്ത് വണ്ടി നിർത്തിയിട്ടേക്കുന്ന സമയത്തൊക്കെ വരുമ്പം സൗണ്ട്, അസഹനീയമായ സൗണ്ട് കേൾക്കും. അത് എനിക്ക് ഈ വണ്ടിക്കകത്ത് ചെറിയ സൗണ്ട് കേൾക്കുന്ന വളരെ ഇറിറ്റേഷനുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് കിലികില എന്നുള്ള സൗണ്ടുകളൊക്കെ കേൾക്കുന്നത് അതെനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സാധനം എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ അതാണ്, അങ്ങനെ അത്തരത്തിലുള്ള സൗണ്ട്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിന് അത്തരത്തിലുള്ള സൗണ്ടോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഒരു സൗണ്ടും ഇല്ല, വളരെ നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ട്, സൗണ്ടൊന്നുമില്ല, കിലക്കോ ഒന്നുമില്ല, സൗണ്ട് ഒന്നും തന്നെ ഇല്ല കേട്ടോ. പിന്നെ ആകെയുള്ള ഒരു ചെറിയ ഒരു നെഗറ്റീവും ഉണ്ട്, അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. പോസിറ്റീവായിട്ടുള്ളൊരു കാര്യവും നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം. അപ്പം ആദ്യം നമുക്ക് ഇത് നെക്സോണിനകത്ത് ഫിറ്റ് ചെയ്തേക്കുന്നത് കാണാം. ഇതിനകത്ത് നെഗറ്റീവായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇവിടെ ഒരു റിങ് വരുന്നുണ്ട്. ഇതിനൊരു സിൽവർ കളറാണ്. ഈ ഒരു സിൽവർ കളറ് ഏകദേശം ഒരു വർഷമായപ്പോഴത്തേക്കും ഈ ഒരു പ്രോഡക്റ്റിന് നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും, ഇവിടുത്തെ കളറ് കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് മാത്രമാണ് ഇതിനൊരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനായിട്ട് തോന്നുന്നത്, വേറെ ഒന്നും നെഗറ്റീവല്ല. അപ്പോൾ ബാക്കിയെല്ലാം ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അതിന് സൗണ്ടില്ല, പിന്നെ വളരെ കൂളായിട്ട് തന്നെ കറങ്ങും. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു സിൽക്കൻ്റെയാണ് ഈ ഒരു പോർഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഗ്രിപ്പായിരിക്കും, ഇങ്ങനെ പിടിച്ച് കറക്കാനൊക്കെ ആയിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് പിടിച്ച് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ സംഗതി സൂപ്പറാണ്. ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. സത്യം പറഞ്ഞാൽ ആദ്യം ഏത് പൊസിഷനിലാണ് വെക്കുക എന്നുള്ള കാര്യം നിങ്ങൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. ഞാൻ കൂടുതലും ഈ ഒരു ഭാഗത്തായിട്ടാണിത് എപ്പോഴും വെക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് ഇങ്ങനെ പിടിച്ച് ഡ്രൈവ് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഭാഗത്താണ് ഈ ഒരു സാധനം ഫിറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ആകെ വരുന്ന എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു എല്ലാങ്കി വരുന്നുണ്ട്. ഒപ്പം തന്നെ 2 സ്ക്രൂകളും, 3 സ്ക്രൂ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ 2 എണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ, ഒരെണ്ണം അഡീഷണൽ സ്പെയർ ആയിട്ട് വരുന്നതാണ്. ഇത്രയും സാധനങ്ങൾ മാത്രമാണ്. ഇത് അതിൻ്റെ ഈ ഒരു നോബിൻ്റെ പുറകിലായിട്ട് വെക്കുന്ന സാധനമാണ്. 2 സൈഡിൽ നിന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കുക, അത് എല്ലാങ്കി വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ ലിങ്ക് നോക്കുക, വാങ്ങിക്കുക, ഉപയോഗിക്കുക. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള നെഗറ്റീവ്സ് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അറിയാവുന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് കമൻറ്റിൽ പറഞ്ഞേക്കാം. ഓക്കെ.